ചേളാർ എത്തി. ഞങ്ങൾ ലേനൻ്റെ ലിജിഷേട്ടിൻ്റെ കൂടെ ഹൈലൈറ്റ് മാളിൽ പോകണം. ഞങ്ങൾ സെയിം പ്ലാനാണ്. ഹൈലൈറ്റ് മാൾ, സരോവരം പാർക്ക്, മിഠായിത്തെരുവ്, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ഈ ഒരു കറക്കം സ്ഥിരമാണ് കേട്ടോ. ഉച്ച വരെ കോളേജും ഉച്ചയ്ക്ക് ശേഷം കോളേജ് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോവായിരുന്നേ. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ലൈഫ് മാറിയപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും ഒരേ അവസ്ഥയാണ് കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെ കല്യാണം ഫസ്റ്റ് ഡെലിവറിയും സെക്കൻഡ് ഡെലിവറിയും ഏകദേശം ഒപ്പമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും സെയിമാണ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഇത് 3ാമത്തെ ട്രിപ്പും എന്നാൽ ഞങ്ങളുടെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ ഇത്. 3 ആൾക്കാരുടെയും സെക്കൻഡ് ബേബീസ് അത്യാവശ്യം ചെറുതാണ് കേട്ടോ. അപ്പോൾ അവരെ എങ്ങനെ എവിടെ ആക്കി പോകും, അവരാരും നോക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാരണം ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാനിങ്ങൾ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ 3 പേരുടെ അമ്മമാരുടെ ഒരു സഹായം കൊണ്ട് മാത്രമായിട്ട് ഈ ഒരു ട്രിപ്പ് നടന്നത്. ഞങ്ങളുടെ മക്കളെ അവരാണ് നല്ല പൊന്നു പോലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ സ്റ്റുഡിയോന് മുമ്പിലാണ്, ഹൈലൈറ്റ് മാളത്തെ സ്റ്റുഡിയോന് മുമ്പിലാണ്. ഈ സാരം ഒരു ഇടങ്ങാറ് ടോപ്പ് എടുത്ത് അത് ലൂസാണ്, അതൊന്ന് മാറ്റിക്കാൻ കാത്തിക്കാണ്. ഈ സ്റ്റുഡിയോ ആണെങ്കിൽ 11 മണിക്ക് തുറക്കുള്ളൂ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പുതികം ത്രെഡ് ചെയ്യാത്തൊക്കെ ഭയങ്കര മോളാണ്. ഈ ഒരു ദിവസം ഭയങ്കര രസമുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്നില്ല. ഈ ഫുൾ ടൈം നമ്മുടെ അവിടെ മക്കളുണ്ടാവും, നമ്മുടെ മനസ്സിലുള്ള മക്കളുടെ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്സ് മാത്രമേ ഉണ്ട്. പക്ഷേ ഈ ഒരു ദിവസമാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും സ്റ്റുഡിയോ തുറന്നില്ല, ജസ്റ്റ് 11 മണി കാത്തിക്കാണ്. അപ്പം ഞങ്ങളുടെ പ്ലാനൊക്കെ ഇവിടെ അങ്ങനെ പെൻഡിങ് ആയി കിടക്കുകയാണ്. നമുക്ക് ഒരു 4 മണിക്കുള്ളിൽ ഇവിടുന്ന് തുറന്ന് കേസ്. അപ്പം ഞങ്ങൾ പോകാൻ പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കാലിക്കറ്റ് ട്രിപ്പ് നടത്തിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫുഡിന് അത്യാവശ്യം നല്ല പൈസ പോയിട്ടുണ്ട്. കാരണം വേണ്ടാത്ത എന്തൊക്കെയോ ഫുഡ് വാങ്ങി കഴിച്ചിട്ട് ഒരു ടേസ്റ്റിലൊക്കെ കുറേ ഫുഡ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പേരും കൂടി അറിയാത്ത സാധനങ്ങൾ മേടിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ആ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് കയറ്റി പിടിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് അറിയണ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തത്. പുതിയതൊന്നും ട്രൈ ചെയ്യാൻ പോയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പെട്ടിക്കണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാലിക്കറ്റ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നൈസായിട്ടൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത്ര നമ്മൾ കഴിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ എന്ത് ട്രിപ്പാണ്, ഇതിപ്പോൾ എന്തവിടെ കാണാൻ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് കാണാനോ എവിടെ ഒന്നും കാണണമെന്നോ ഒന്നും ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു തള്ള എന്നൊരു ഫീലിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം. ഒരു ദിവസം അത്ര ഉണ്ടായിരുന്നു കേട്ടോ. സരോവരത്തിന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ഇവരും ഞങ്ങളെ ബാക്കിൽ നിങ്ങൾ കണ്ടില്ലേ, അവരും ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഗ്യാങ്ങായിട്ട് വെറുതെ ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിന് വന്നാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അവരെ വിളിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് അറിഞ്ഞത് അതിലുള്ളൊരാൾ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പിന്നീട് മനസ്സിലായത്. അത്യാവശ്യം റീച്ചും ഫോളോവേഴ്സുള്ള ഒരാളാണെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ പോയത് കാലിക്കറ്റിലെ SM സ്ട്രീറ്റിലേക്കാണ്. ഇന്നത്തെ ഈ ദിവസം സമയം പാറിപ്പറക്കുക കണ്ടു. കാരണം ഞങ്ങൾ അവിടെ കാലിക്കറ്റിൽ എത്തിയപ്പോഴേക്കും 3:30 കാലിക്കറ്റിലല്ല, ഈ ഒരു SM സ്ട്രീറ്റിൽ എത്തിയപ്പോഴേക്കും 3:30 പണ്ടൊക്കെ ഈ SM സ്ട്രീറ്റ് മിഠായിത്തെരുവ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 100 രൂപ കൊണ്ടുപോയാൽ 100 സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇടമാണെന്നിട്ട് എൻ്റെ മനസ്സിൽ. പക്ഷേ അവിടെ വില സെയിമൊക്കെ തന്നെയാണ്. വലിയ നമുക്ക് തന്നെ നോക്കിയെടുക്കാൻ അറിയണം. വില കുറവുള്ള സാധനങ്ങൾ നോക്കി ഇങ്ങനെ കറങ്ങിയെടുക്കാൻ അറിയണം. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോവാം. അല്ലാതെ വലിയ വില കുറവൊന്നും കണ്ടില്ല. റീൽസിലെ മിഠായിത്തെരുവിലെ വില കുറവുള്ളൂ. യഥാർത്ഥത്തിലുള്ള മിഠായിത്തെരുവിൽ വില കുറവില്ല. പക്ഷേ വില കുറവില്ല എന്നല്ല പറയുന്നത്, നമുക്ക് നോക്കിയെടുക്കാനാണ്. നിങ്ങൾക്ക് ഒരുപാട് സമയം വെച്ച് നോക്കിയെടുക്കാൻ അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വില കുറവിൽ കിട്ടിയേക്കാം. പക്ഷേ ഞങ്ങൾക്ക് അതെല്ലാം നേരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഞങ്ങളൊരു ബിരിയാണി കഴിച്ച് യാത്ര പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഇറ്റ്സ് മീ സാനി. ബൈ.